നിന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ. മുത്തശ്ശിയെ കാണാനായിരിക്കും. അതെ, ആ കിളവിയെ കാണുന്നതിന് മുമ്പേ നീ എന്റെ ചോദ്യത്തിന് ഉത്തരം തന്നിട്ട് പോയാ മതി. ഈ വീട്ടിനകത്ത് കണ്ണന്റെ മുറിയിൽ കയറി AC-യിൽ വിഷം നിറയ്ക്കാൻ ഗുണ്ടകൾ വരുമ്പോഴേ നീ ഇവിടെ ഇല്ലായിരുന്നോ? ആ, ഉണ്ടായിരുന്നു. നിന്റെ അറിവോടെയല്ലേ ഇതൊക്കെ നടന്നത്? ചോദിച്ചത് കേട്ടില്ലേ? നിനക്കിതൊക്കെ നേരത്തെ അറിയാമായിരുന്നോന്ന്? ഉണ്ണേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി പോയി പറ നിന്റെ എല്ലാമായ മുത്തശ്ശിയോട് നിന്നെ ഞാൻ ഇവിടുന്ന് തല്ലി ഇറക്കിയെന്ന്. ഇതിന്റെ പേരിൽ നീ തിരികെ വന്നില്ലെങ്കിലും കുഴപ്പമില്ല. നിന്റെ അച്ഛന്റെ പാത തന്നെ നീയും പിന്തുടരുമോ അല്ലേ? ഞാനൊന്നിനും ഉത്തരവാദിയല്ല. എന്റെ ഭർത്താവാ ഉണ്ണിയേട്ടൻ. അയാളുടെ കൃപ കൊണ്ടാ ഞാനിവിടെ കഴിയുന്നത്. അതുകൊണ്ട് അങ്ങേര് പറയുന്ന എനിക്ക് കേട്ടേ പറ്റൂ. ആരാ പറഞ്ഞത് അവന്റെ കൃപ കൊണ്ടാ നീ ഇവിടെ കഴിയുന്നെന്ന്? ദേ, കണ്ണന്റെയും മഹാലക്ഷ്മിയുടെയും കൃപ കൊണ്ടാ ഇവിടെ എല്ലാവരും കഴിയുന്നത്. അതുകൊണ്ട് അവർക്ക് വിഷമം ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ ആര് ചെയ്താലും അവരെ ഒന്നും ഇവിടെ വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല. നീ പോകുമ്പോ അവനെ കൂടെ കൊണ്ടുപോയിക്കൂടായിരുന്നോ? ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും കൊലയാളിയെ പോലെ നടക്കുന്ന ഉണ്ണിയെ കൂടി. അവനിപ്പോ കാലൊടിഞ്ഞു കിടക്കല്ലേ? അരയ്ക്ക് താഴോട്ട് തളർന്ന ഭർത്താവിനെ പൊന്നുപോലെ നോക്കുന്ന ഇവളുടെ ചേച്ചിയെ പോലെ അല്ല ഇവള്. ഒരിക്കലും ഇവക്ക് മഹി ആവാനും കഴിയില്ല. ഞാൻ പോകുന്നു. പോയിട്ടെ സ്ഥിരമായിട്ട് നീ നിന്റെ വീട്ടിൽ നിന്ന് അത്രയും നല്ലത്. നിന്റെ മുത്തശ്ശിയുടെ ഉപദേശം കേട്ട് നീ ഉണ്ണിയുടെ മനസ്സിളക്കുന്നുണ്ടെന്ന് എനിക്കറിയാടി. ഞാനൊന്നും ചെയ്തിട്ടില്ല. അയാള് ചെയ്തതിനൊക്കെ മൗനമായിട്ട് കൂട്ടുനിന്നു. അത്രേ ഉണ്ടായിട്ടുള്ളൂ. അവളുടെ ശൗര്യം കണ്ടില്ലേ? ഭർത്താവിനെ നോക്കേണ്ട സമയത്ത് അവൾ ആ റിസ്ക് ഏറ്റെടുക്കാതെ പോയതാ. പോട്ടെ മോനെ, പോട്ടെ. വീട്ടില് വാഴാത്തവരൊക്കെ പോട്ടെ. ഞാനൊരു 1000 തവണ പറഞ്ഞതാ പ്രതാപന്റെ മോളെ തിരിച്ചു വിളിച്ചോണ്ട് വരല്ലേന്ന്. എന്നിട്ട് ഉണ്ണി കേട്ടില്ല. അവൻ കേക്കില്ലമ്മേ. അവൻ എത്ര വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ മരിച്ചെന്ന് അമ്മയ്ക്ക് അറിയാലോ. അച്ഛന്റെ മരണം പോലും ഇപ്പൊ അവന് ഓർമ്മ കാണില്ല. പിന്നീട് ഓർമ്മയായപ്പോ മുതല് സ്വത്തിനെയും പണത്തിനെയും മോഹിക്കുന്ന അമ്മാവനെയും, അതുപോലെ തന്നെ അമ്മാവന്റെ ഉപദേശങ്ങൾ കേട്ട് അതേ രീതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന അമ്മയുടെയൊക്കെ സംസാരങ്ങളാ അവൻ കേട്ടത്. അന്നു തൊട്ട് അവന്റെ മനസ്സിൽ ഉറച്ചത് മനുഷ്യ സ്നേഹത്തെക്കാളും വലുത് സമ്പത്താണെന്ന. അത് ഉള്ളിൽ ഉറച്ച ഒരുത്തന് ഇനി മരണം വരെ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേ പാതയിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു അച്ഛന്റെ മകളെയാ അവന് ഭാര്യയായിട്ട് കിട്ടിയത്. അതുകൊണ്ട് അമ്മയുടെ മാറ്റം 100% സത്യസന്ധമാണെങ്കിൽ അമ്മയുടെ ഇളയ മകനെയും മരുമോളെയും ചൊൽപ്പടിക്ക് നിർത്താന്ന് അമ്മ കരുതണ്ട. അമ്മയുടെ എന്റെയൊക്കെ വാക്കേട്ട് അവർ ജീവിക്കൊന്നും കരുതണ്ട. ഞാനൊരിക്കലും പറഞ്ഞതല്ല മാർക്കോയോട് അവന്റെ കാല് തല്ലിയൊടിക്കാൻ. ആ സമയത്ത് ഞാൻ ശ്വാസം കിട്ടാതെ ICU കിടന്ന് വിഷമിക്കുകയായിരുന്നു. എല്ലാം കഴിഞ്ഞ ശേഷം ഡിസ്ചാർജ് ആയ സമയത്താ അവനെ വീൽ ചെയറിലാക്കിയെന്ന് മാർക്കോ എന്നോട് പറഞ്ഞത്. എടാ, ഇങ്ങനെ ഒരു ശിക്ഷ എന്റെ മോന് കിട്ടിയതിലേ എനിക്കൊരു വിഷമവും ഇല്ല കണ്ണാ. ശരിക്കും വീൽ ചെയറിൽ നടക്കേണ്ടതേ അവനും അവന്റെ അമ്മാവനും പ്രതാപനും ഒക്കെയാ കണ്ണാ. കാലിനും കൈക്കും നാവിനും ഒക്കെ സ്വാധീനം ഉണ്ടായിട്ട് മറ്റുള്ളവർക്ക് അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. എന്നാ നിന്റെ മഹാലക്ഷ്മിയുടെയും കാര്യം അങ്ങനെയല്ല. അതുകൊണ്ട് നിങ്ങൾ രണ്ടാളും മനുഷ്യരെ പോലെ നടക്ക്, ഒന്ന് ജീവിക്ക്.